ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 22ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം. ആരുടെ പുത്രന്മാരെയാണ് കാലേബ് ഹെബ്രോണിൽ നിന്ന് പുറത്താക്കിയത്? എ. അർബായുടെ, ബി. അനാക്കിൻ്റെ, സി. ഷെഷായിയുടെ, ഡി. തൽമാൻ്റെ. ഉത്തരം ബി. അനാക്കിൻ്റെ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. മെസോപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ ഇസ്രായേൽ ജനം എത്ര വർഷം സേവിച്ചു? എ. 8 വർഷം, ബി. 18 വർഷം, സി. 20 വർഷം, ഡി. 12 വർഷം. ഉത്തരം എ. 8 വർഷം. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 30-ാം വാക്യം. മോവാബ് ഇസ്രായേലിന് അധീനമായതിനു ശേഷം എത്ര വർഷമാണ് നാട്ടിൽ ശാന്തി നിലനിന്നത്? എ. 8 വർഷം, ബി. 80 വർഷം, സി. 22 വർഷം, ഡി. 40 വർഷം. ഉത്തരം ബി. 80 വർഷം. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. നഫ്താലിയെയും സെബുലൂണിനെയും കേദേശിൽ വിളിച്ചു കൂട്ടിയത് ആര്? എ. ഗിദയോൻ, ബി. ദബോറ, സി. ബാറഖ്, ഡി. ജായിർ. ഉത്തരം സി. ബാറഖ്. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. ബാറഖ് എവിടേക്ക് നീങ്ങിയിരിക്കുന്നുവെന്നാണ് സിസേറ കേട്ടത്? എ. കേദേശിലേക്ക്, ബി. റാമായിലേക്ക്, സി. എഫ്രായിമിലേക്ക്, ഡി. താബോർ മലയിലേക്ക്. ഉത്തരം ഡി. താബോർ മലയിലേക്ക്. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ നിലനിൽക്കുന്ന ബലിപീഠം ഏത്? എ. ഏൽ എലോഹൈ, ബി. പെനുവേൽ, സി. യാക്വേ ഷലോം, ഡി. സാക്ഷ്യം. ഉത്തരം സി. യാക്വേ ഷലോം. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 20-ാം വാക്യം. ഗിദയോനും കൂടെയുള്ള 100 പേരും മിദ്യാൻകാരുടെ പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ എത്ര ഗണങ്ങളാണ് കാഹളം മുഴക്കിയത്? എ. 3 ഗണം, ബി. 2 ഗണം, സി. 1 ഗണം, ഡി. കാഹളം മുഴക്കിയില്ല. ഉത്തരം എ. 3 ഗണം. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 27-ാം വാക്യം. കൊള്ള മുതൽ ഉപയോഗിച്ച് ഗിദയോൻ തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചതെന്ത്? എ. ബലിപീഠം, ബി. എഫോദ്, സി. ഗോപുരം, ഡി. കോട്ട. ഉത്തരം ബി. എഫോദ്. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം. അറുമായിൽ അബിമേലെക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചത് ആര്? എ. ഗാൽ, ബി. ഹാമോർ, സി. സെബൂൾ, ഡി. ഷെക്കേംഗാർ. ഉത്തരം സി. സെബൂൾ. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 18-ാം വാക്യം. ആരോട് യുദ്ധം ആരംഭിക്കുന്നവനാണ് ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ എന്നാണ് നേതാക്കൾ പറഞ്ഞത്? എ. മിദ്യാൻകാരോട്, ബി. കാനാന്യരോട്, സി. അമ്മോന്യരോട്, ഡി. പൗരസ്ത്യരോട്. ഉത്തരം സി. അമ്മോന്യരോട്. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം. എപ്പോഴാണ് കർത്താവ് അഭയകേന്ദ്രമാവുക? എ. ആപത്തിൽ, ബി. ചുടുകാറ്റിൽ, സി. പൊരിവെയിലിൽ, ഡി. കഷ്ടതയിൽ. ഉത്തരം ബി. ചുടുകാറ്റിൽ. ചോദ്യം 12. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 20-ാം വാക്യം. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. എപ്പോൾ? എ. ദുഃഖത്തിൽ, ബി. രോഗത്തിൽ, സി. കഷ്ടതയിൽ, ഡി. ആപത്തിൽ. ഉത്തരം സി. കഷ്ടതയിൽ. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായം 23-ാം വാക്യം.
സ്ത്രീയുടെ ഭാഷണം എന്ത് നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകും. എ. കുലീനതയും വിനയവും. ബി. വിനയവും സ്നേഹവും. സി. കുലീനവും മൃദുവും. ഡി. വിനയവും സൗമ്യതയും. ഉത്തരം ഡി. വിനയവും സൗമ്യതയും. ചോദ്യം 14. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാം വാക്യം. വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? എ. മടിയനായ ദാസനോട്. ബി. അലസനോട്. സി. അസൂയാലുവിനോട്. ഡി. ഭോഷനോട്. ഉത്തരം എ. മടിയനായ ദാസനോട്. ചോദ്യം 15. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 19-ാം വാക്യം. ദുഃഖം ശമിക്കുകയില്ല എപ്പോൾ? എ. മരണത്തിൽ. ബി. വിനാശത്തിൽ. സി. ദാരിദ്ര്യത്തിൽ. ഡി. കഷ്ടതയിൽ. ഉത്തരം ബി. വിനാശത്തിൽ. ചോദ്യം 16. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 35-ാം വാക്യം. എപ്രകാരം ഉച്ചത്തിൽ ഗാനം ആലപിച്ചാണ് കർത്താവിൻ്റെ നാമം വാഴ്ത്തേണ്ടത്? എ. പൂർണ്ണ ശക്തിയോടെ. ബി. പൂർണ്ണ ഹൃദയത്തോടെ. സി. പൂർണ്ണ ആത്മാവോടെ. ഡി. സർവശക്തിയോടെ. ഉത്തരം ബി. പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 17. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 26-ാം വാക്യം. ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായതെന്ത്? എ. ദൈവസ്നേഹം. ബി. ദാനധർമ്മം. സി. ദൈവഭക്തി. ഡി. കൃതജ്ഞതാബലി. ഉത്തരം സി. ദൈവഭക്തി. ചോദ്യം 18. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 30-ാം വാക്യം. ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരം? എ. ഭിക്ഷുവിൻ്റെ. ബി. അത്യാഗ്രഹിയുടെ. സി. നിർലജ്ജൻ്റെ. ഡി. ഭോജനപ്രിയൻ്റെ. ഉത്തരം സി. നിർലജ്ജൻ്റെ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49-ാം വാക്യം. ഗുരോ, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞതാര്? എ. പത്രോസ്. ബി. യാക്കോബ്. സി. യോഹന്നാൻ. ഡി. ശിമയോൻ. ഉത്തരം സി. യോഹന്നാൻ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 52-ാം വാക്യം. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആര്? എ. ഫരിസേയർ. ബി. നിയമജ്ഞർ. സി. പുരോഹിതർ. ഡി. ജനപ്രമാണികൾ. ഉത്തരം ബി. നിയമജ്ഞർ. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം. ആരുടെ കാപ്പട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു പറഞ്ഞത്? എ. ഫരിസേയരുടെ. ബി. ന്യായാധിപന്മാരുടെ. സി. പുരോഹിതന്മാരുടെ. ഡി. നിയമജ്ഞരുടെ. ഉത്തരം എ. ഫരിസേയരുടെ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 58-ാം വാക്യം. നീ നിന്റെ ശത്രുവിനോട് കൂടെ ആരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് വഴിയിൽ വെച്ചു തന്നെ അവനോട് രമ്യതപ്പെടേണ്ടത്? എ. ന്യായാധിപൻ്റെ. ബി. കാരാഗൃഹപാലകൻ്റെ. സി. രാജാവിൻ്റെ. ഡി. അധികാരിയുടെ. ഉത്തരം ഡി. അധികാരിയുടെ. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 55-ാം വാക്യം. തെക്കൻ കാറ്റടിക്കുമ്പോൾ എന്തുണ്ടാകും എന്നാണ് പറയുന്നത്? എ. മഴ. ബി. അത്യുഷ്ണം. സി. വെയിൽ. ഡി. ഹിമപാതം. ഉത്തരം ബി. അത്യുഷ്ണം. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 29-ാം വാക്യം. ധനവാന്റെ സഹോദരന്മാർക്ക് ആരുണ്ടല്ലോ എന്നാണ് അബ്രാഹം പറഞ്ഞത്? എ. മോശ. ബി. പ്രവാചകന്മാർ. സി. പുരോഹിതന്മാർ. ഡി. മോശയും പ്രവാചകന്മാരും. ഉത്തരം ഡി. മോശയും പ്രവാചകന്മാരും. ചോദ്യം 25. 2 കൊറിന്തോസ് 8-ാം അധ്യായം 9-ാം വാക്യം.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്ത് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്. എ. സ്നേഹം, ബി. കരുണ, സി. കൃപ, ഡി. അനുഗ്രഹം. ഉത്തരം സി. കൃപ. ചോദ്യം 26. 2 കോറിന്തോസ് 10:15 കോറിന്തോസുകാരിൽ എന്ത് വർദ്ധിക്കുന്നതനുസരിച്ച് അപ്പസ്തോലന്മാരുടെ അധികാരമണ്ഡലം വികസിക്കുമെന്നാണ് ശ്ലീഹ പ്രത്യാശിക്കുന്നത്? എ. ദൈവസ്നേഹം, ബി. ഉദാരത, സി. വിശ്വാസം, ഡി. സുവിശേഷ പ്രഘോഷണം. ഉത്തരം സി. വിശ്വാസം. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.